നിങ്ങളുടെ മോനെ കണ്ടാ മതി, ഉടനെ വർമ്മ സാറ് കാവേരി പിടിച്ചു കെട്ടിക്കും. നീ നോക്കിക്കോ, ശശിയുടെ അനിയനെ കൊണ്ട് കാവേരിയെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കേണ്ടത് പെണ്ണിന്റെയും ചെറുക്കന്റെയും വീട്ടുകാരല്ലേ? അഥവാ ആ കല്യാണം നടന്നില്ലെങ്കിൽ തന്നെ ഇവിടുത്തെ പിശാചിനെ കൊണ്ട് കാവേരിയെ കെട്ടിക്കുമോ? അതിനുള്ള വഴി ഞാൻ അവന് പറഞ്ഞു കൊടുക്കും. പെണ്ണും ചെറുക്കനും പ്രേമിക്കുകയും ഒളിച്ചോടുകയും ചെയ്താൽ വർമ്മ സമ്മതിച്ചേ മതിയാവൂ. മനസ്സിലായോ? ഇങ്ങനെ നടക്കാത്ത സ്വപ്നം കണ്ടോണ്ടുകൂടി ഇരുന്നു. നടക്കുമെടി, ഞാൻ നടത്തി കാണിച്ചു തരാം. ഹലോ ഡാഡി അല്ലേ? ഞാനാണ് കാവേരി. വൈകുന്നേരം കോളേജിൽ ബാസ്കറ്റ്ബോൾ മാച്ച് ഉണ്ട്. ഡാഡി വന്ന് എന്നെ പിക്ക് ചെയ്യണം. മോളെ, ഞാൻ ഗ്രൗണ്ടിൽ വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം. ഓക്കെ? ഹലോ, യെസ്. ജയന്റെയോ? ഐ സി. റോഡിൽ ബോധം കെട്ടു വീണോ? സ്ട്രോക്കോ? ഓഹോ, അയക്കാം, ഇപ്പോൾ അയക്കാം. അക്കൗണ്ടിനെ വിളിക്കൂ. യെസ് സർ. ജയൻ അപ്സെറ്റ് ആകരുത്. നത്തിങ് സീരിയസ്. സാർ, വല്ല അപകടവും? എന്റെ ഭഗവാനെ! ഇല്ല, ഒരു കുഴപ്പവുമില്ല. അട്ടെ, ജയന്റെ അച്ഛൻ എന്ത് പ്രായം വരും? ഒരു 19 വരും. ഓ ദൈവമേ, അപ്പൊ ഞാൻ പ്രതീക്ഷിച്ച തന്നെ സംഭവിച്ചു അല്ലേ? പ്ലീസ് ജയൻ, പ്രശ്നമൊന്നുമില്ല. ഒരു മൈനർ സ്ട്രോക്ക്. ഞാൻ ജയനെ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, സ്ട്രോക്കാണോ? സാറ് വരണ്ട. അധികം ആളുകളെ കണ്ടാൽ ആ ഹൃദയം കൂടുതൽ തകരും സാർ. ഞാൻ അകത്ത് വരില്ല, പുറത്തു നിന്നോളാം. വേണ്ട സാർ, എന്നെ പോകാൻ അനുവദിക്കൂ സാർ. പോകാം, പക്ഷെ ഞാൻ... പ്ലീസ് സാർ, എന്റെ അച്ഛനെ കൊല്ലരുത് സാർ. പ്ലീസ് പ്ലീസ്. പൊയ്ക്കുള്ളൂ പൊയ്ക്കുള്ളൂ. അച്ഛാ. കുട്ടമ്പിള്ള ചേട്ടനോ? എന്ത് പറ്റി? വഴി തെറ്റിയോ? ഞായറാഴ്ച ആയതുകൊണ്ട് നീ ഉണ്ടാവുന്ന എനിക്കറിയാം. ഞാൻ കണ്ടുവരുന്നത് എന്താ പാർവതിക്കുട്ടിക്കൊരു ക്ഷീണം മാതിരി? ഒന്നുമില്ല. കേട്ടോ ശശി, ഈ കുടുംബത്തോട് മറ്റെങ്ങും ഇല്ലാത്തൊരു പ്രത്യേക താല്പര്യം എനിക്കുണ്ട്. അത് പിന്നെ ചേട്ടൻ പ്രത്യേകിച്ച് പറയണോ? എന്താ അതിന്റെ കാര്യം? ചേർച്ച, യോജിപ്പ്, ഇത് രണ്ടും ചേർന്നുണ്ടാകുന്നതാ ഐശ്വര്യം. അപ്പോ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു അവസരം എവിടെയെങ്കിലും കേട്ടാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എവിടെ എന്ത് അവസരം കേട്ടെന്നാ ചേട്ടൻ പറയുന്നേ? നിങ്ങളും വർമ്മസാറിന്റെ കുടുംബവും തമ്മിലുള്ള ഐക്യം കാണുമ്പോ എനിക്ക് തന്നെ അസൂയ തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ നാട്ടുകാരുടെ കാര്യം പറയണോ? നാട്ടുകാർക്ക് എന്താ പ്രശ്നം? പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ഉണ്ടോന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. നിങ്ങൾക്കൊക്കെ ലോകപരിചയം കുറവാ. ഈ തുറന്ന മനസ്സ് എല്ലാ കാര്യത്തിലും വെച്ചു പുലർത്താൻ പാടില്ല. കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവൂ. നിങ്ങൾ ഈ ഭാര്യയും ഭർത്താവും വർമ്മയുടെ കാറിലുള്ള പോക്ക് ഒരു ആദ്യം നിർത്താൻ. അതെന്തിനാ? കാര്യം വർമ്മ ആള് വയസ്സനാണെങ്കിലും
ഇന്നും വേഷം കെട്ടി ഇറങ്ങിയ മോസ്ലി പറയാണെന്ന് വിചാരിക്കരുത്. ശശിയെക്കാളും ചെറുപ്പ. അങ്ങനെ ഒരാളുടെ കൂടെ ശശിയും ഭാര്യയും ദിവസവും അയാളുടെ കാറിൽ പോവുക, നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ ഇറങ്ങുക, അവിടെ എന്ന് പാർവതി വർമ്മയുടെ കൂടെ കാറിൽ ഒറ്റയ്ക്ക് പോവുക, ദേ അവിടെയാണ് കല്ലുകടി. ഏയ് അതിലെന്തെങ്കിലും തെറ്റായിട്ട് ധരിക്കുമോ ആളുകള്? നമ്മുടെ വീടിനെ കുറിച്ച് ആളുകൾ എന്തു പറയുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. എനിക്കതിനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാ ഞാൻ പറയണേ. നമ്മിൽ ഉയർന്ന ആളുകളുമായി ദാ ഒരു കൈ അകലത്തിൽ നിൽക്കണം. അതാണ് എപ്പോഴും നല്ലത്. പിണങ്ങാനും വഴക്കുണ്ടാക്കാനും വേണ്ടി പറയല്ല. ആളുകൾ കുശുകുശുക്കുന്നു, എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു. നല്ലതാ. കാലം വല്ലാത്തതാണേ, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ പോണു. പാർവതിയോട് പറഞ്ഞാ മതി. ശശിയേട്ടാ, ദേ വർമ്മ സാർ വന്നു, വേഗം ഇറങ്ങൂ. പാറു വാ, ബട്ടൺസ് പോയി. ബട്ടൺസ് എന്തോന്ന്? ഷർട്ടിന്റെ ബട്ടൺസ് പോയെന്ന്. ഇങ്ങോട്ട് വാ. എവിടെ പോയി? ഷർട്ടിന്റെ ബട്ടൺസ് പോയി. തുന്നിത്താ. വേറെ ഷർട്ട് മാറ്റിയിട്ട് തുന്നാനൊന്നും നേരമില്ല. ഇതേ വർമ്മ സാർ. വർമ്മ സാർ ഭർത്താവിന് ബട്ടൺ പോയാൽ ഭാര്യ തുന്നിത്തരണം. സിനിമയിലൊക്കെ അങ്ങനെയാ. സിനിമ കുന്തവാ, മനുഷ്യനെ മെനക്കെടുത്താൻ. ഇതിനാ കാശ് മുടക്കി സിനിമ കാണിക്കുന്നത്. പോയി പോയി ബട്ടൺസ് പോയി. താഴെ പോയി. ഒന്ന് നോക്കി, ഒന്ന് നോക്കി. കട്ടിലല്ലേ ഇവിടെ നോക്കി. ഇവിടെ എങ്ങും ഇല്ല. ഒന്ന് നോക്കി എടുക്ക, അല്ലാതെ ഇപ്പൊ. അയ്യോ, വർമ്മ സാർ വെയിറ്റ് ചെയ്യുന്നു. പിടിക്കാൻ. ശശിയേട്ട ഒരു കാര്യം ചെയ്യും, ബട്ടണൊക്കെ തപ്പിയെടുത്ത് തുന്നിയിട്ട് പതുക്കെ വന്നാ മതി. എനിക്ക് എംഡിയുടെ ചീത്താക്കാൻ ഒക്കില്ല. അയ്യോ, ബട്ടൺസ് കിട്ടി. ബാറു ബട്ടൺസ് കിട്ടി. ബട്ടൺസ് കിട്ടിയെന്ന്. ബാറു സൂചിന്നില്ല അവിടെ ഉണ്ട്. ശശിയേട്ടന് വൈകിയാൽ എന്താ, സർക്കാർ ഓഫീസല്ലേ? ഞാൻ പോകുന്നു. എന്താ ശശി? തന്നിട്ട് പോ. അങ്ങയുടെ ബട്ടൺ പോയത്രേ. ബട്ടൺ പോകാൻ പറ്റിയൊരു നേരം. നമുക്ക് പോവാം. ഇതെന്താ ഇന്ന് ഒറ്റയ്ക്കൊരു പോക്ക്? ശശി ലീവായിരിക്കും. ഈ പോക്കത്ര ശരിയല്ലാന്ന് ഞാൻ പറഞ്ഞാൽ സുഭദ്ര കുഞ്ഞമ്മയ്ക്ക് പിടിക്കില്ല. എന്ന് വെച്ച് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? നാട്ടുകാരെന്തൊക്കെയാ കുശൂഷിക്കണേ. ഓ, കുട്ടമ്പിള്ള ചേട്ടനോ? ഇരിക്കെ. അവരകത്തുണ്ട്. കുളിക്കുകയാണെന്ന് തോന്നുന്നു. എന്താ? ശശിക്കുട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കിടന്ന് തിങ്ങുക എന്നല്ലാണ്ട് ഞാൻ എന്താ ചെയ്യ? സുഭദ്ര കുഞ്ഞമ്മയും വല്ലാതായി. അവര് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നു. കാര്യങ്ങൾ കരക്കാരറിയുന്നതിന് മുമ്പ് എത്രയും വേഗം ഒതുക്കി തീർക്കണം. അവര് തന്നതാ. നിങ്ങളൊക്കെ സമാധാനമായി ജീവിക്കുന്നു കണ്ടിട്ട് എനിക്ക് മരിച്ചാ മതി. ഞാൻ കാപ്പി ഒന്നും കുടിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ പോട്ടെ. ഈ വീട്ടിലൊരു സാധനം വെച്ചോടത്തിരിക്കില്ല. എത്ര നേരമായി തപ്പി തപ്പി മടുത്തേ.
പ്രിയപ്പെട്ട ശശി, നമ്മുടെ രണ്ടുപേരുടെയും ഭാവി ജീവിതത്തെപ്പറ്റി ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമായിരിക്കുന്നു. നാളെ വൈകുന്നേരം 5:30 മണിക്ക് ഓഫീസിൽ നിന്ന് നേരിട്ട് പങ്കജ് ഹോട്ടലിലേക്ക് വരിക. അവിടെ വെച്ച് നമുക്ക് നേരിട്ട് സംസാരിക്കാം. നമ്മളുടെ ഈ കണ്ടുമുട്ടൽ നമ്മളല്ലാതെ ആരും അറിയരുത് എന്ന് സ്വന്തം സുഭദ്ര. അവര് വരുന്നുണ്ട്, പറഞ്ഞതിന്റെ ഓർമ്മയുണ്ടല്ലോ. ചുമ്മാതിരി എന്റെ ഇന്ദിരേ, ഞാൻ എത്രയോ നാടകത്തിൽ അഭിനയിച്ചതാ, പിന്നെ ഇതൊക്കെ ഒരു പ്രശ്നല്ലേ? ആ, വരണം വരണം. ജയ് ഹിന്ദ്. ഓ ജയ് ഹിന്ദ്. ഇരിക്കണം. താങ്കളെ കാണണമെന്ന് വളരെ നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്നു. ആഹാ, സമയം കിട്ടണ്ടേ? ആ. താങ്കളെ കുറിച്ച് ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. ആഹാ. അല്ല, ആ മുടി അല്പം വളർന്നുണ്ടല്ലോ, ഒന്ന് കട്ട് ചെയ്യണ്ടേ? മുടി കൂടുതലുണ്ടെങ്കിൽ ജലദോഷം വരും എന്നച്ഛൻ പറയായിരുന്നു. മിസ്റ്റർ രാജരാജവർമ്മ ഒരു വൈദ്യരും കൂടിയാണല്ലേ? ഞാൻ ഈ ബാർ എന്തൊരു കൊതു. ഞാനേ ഈ ബാറിൽ കയറി ഈ സ്മോള് കഴിക്കുന്നവരോട് വിരോധാണ് എന്ന് പറയായിരുന്നു. അച്ഛൻ നീ അധികം സംസാരിക്കണ്ട, ആകെ കുഴപ്പാവും. ആ, അതെന്താ അങ്ങനെ പറഞ്ഞത്? ഈ ഹാർട്ട് അറ്റാക്ക് ഉള്ളതുകൊണ്ടേ കൂടുതൽ സ്ട്രെയിൻ ചെയ്താൽ. ഓ, എന്നാൽ ശരി, ഞാൻ അധികം ഉപദ്രവിക്കുന്നില്ല. ഓ, ഓ, ഓ. ഞാൻ ഇനി ഒരിക്കൽ വന്ന് കാണാം. പറ്റേ? അപ്പോഴേ വല്ലപ്പോഴൊക്കെ ആ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ തലമുടി ഞാൻ ഭംഗിയായിട്ട് ഒന്നൊന്ന് കട്ട് ചെയ്ത് തരാം. അച്ഛന്റെ നാട് തലവടിയാണ്. തമാശ തമാശ. തമാശക്കാരനാണല്ലോ. അപ്പൊ ഓക്കെ. ജയ് ഹിന്ദ്. ഓ ജയ് ഹിന്ദ്. ശരി സാർ. അയ്യോ നാടകക്കാരോ.